ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. കുറച്ചധികം തന്നെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് 2 കിലോ വാൻചോ കേക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2 kg വാനില സ്പഞ്ച് ബാറ്റർ തയ്യാറാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റ് സ്റ്റേജാണ്. 2 kgക്ക് 8 മുട്ട, 2 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 കപ്പ് മൈദ, അങ്ങനെ നമ്മുടെ 2 kgക്ക് എത്രയാണോ അളവുകൾ എടുക്കുന്നത് ആ ലെവലിൽ അളവുകൾ എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ വേണ്ടത് 2 8 ഇഞ്ചിൻ്റെ ടിന്ന് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ 2 7 ഇഞ്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ടിന്ന് ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയിട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ റിബൺ കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ സ്പഞ്ചും കൂടി ഞാൻ വീഡിയോസ് ഇടാത്തത് വീഡിയോ ഓവർ ലെങ്തി ആയിപ്പോവും. അപ്പോൾ എങ്ങനെയാണ് 2 kg 1 kg ആയിട്ട് വാൻചോ കേക്ക് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 kg ബാറ്ററാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 2 kg ബാറ്ററിനുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ പറയുന്നത്. അപ്പോൾ കുറേ സംശയങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറേ സംശയങ്ങൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഒട്ടും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ 1 kgയുടെ ബാറ്റർ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് 1 kg ബാറ്റർ നമ്മൾ എത്രയാണോ ഒഴിക്കുന്നത് ആ ഒരു രീതിയിൽ നേരെ പകുതി നമ്മളൊരു 8 ഇഞ്ചിൻ്റെ ടിന്നിലോട്ടാക്കി മാറ്റി. ഇനി ഇതിനെ നന്നായിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞ് ലൈൻസൊക്കെ കൊടുത്ത് ടാപ്പ് ചെയ്തിട്ട് ഇതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ബാക്കിയുള്ള ബാറ്ററിലേക്കാണ് നമ്മൾ കൊക്കോ പൗഡർ ഇനി ചേർക്കേണ്ടത്. അതായത് ബാക്കിയുള്ള ബാറ്റർ എന്ന് പറയുന്നത് 1 kg ആണ്. അപ്പോൾ ഈ 1 kg അതായത് 2 kgനെ 2 ഭാഗങ്ങളാക്കി മാറ്റി 1 kg വാനിലേനെ മാറ്റി ഇനി 1 kg വാനിലേനെ നമ്മൾ ചോക്ലേറ്റ് ആക്കിയിട്ട് മാറ്റാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ 1 kgക്ക് നമ്മൾ എത്ര എടുക്കുക, 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 ടേബിൾ സ്പൂണ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോ പാലോ അല്ലെങ്കിൽ വെള്ളമോ എന്താണോ നിങ്ങൾ ചേർക്കുന്നത് അത് കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അതായത് ഈ കൊക്കോ പൗഡർ കട്ട കുത്തി പോവാതിരിക്കാൻ നന്നായിട്ട് ബാറ്ററിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം അല്ലെങ്കിൽ പാൽ കേട്ടോ, അതേതാണോ നിങ്ങൾ ചേർക്കേണ്ടത് അത്. അപ്പോൾ ഈ ഒരു ബാറ്റർ തിക്കായിട്ട് പോവില്ല, കട്ട കുത്തി പോവില്ല. മാക്സിമം അരിച്ച് തന്നെ ചേർക്കുക കേട്ടോ. കൊക്കോ പൗഡറിൽ ഭയങ്കര ലംസ് ഉണ്ടാവും, അപ്പോൾ അത് അരിച്ച് തന്നെ ചേർക്കുക. അപ്പോൾ അരിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 kgയുടെ തന്നെ 8 ഇഞ്ച് ടിന്നിലേക്ക് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ കേക്കിനെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കേക്കും ബേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ 2 കേക്കും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതെങ്ങനെയാണ് 2 കേക്കാക്കിയിട്ട് മാറ്റണ്ടേ എന്നും കൂടെ നോക്കാം കേട്ടോ. അപ്പം നമ്മൾ 2 കേക്കിനെയും 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയേഴ്സാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു ബേസിൽ വാനില സ്പഞ്ച് വെക്കുക, ഒരു ബേസിൽ ചോക്ലേറ്റ് സ്പഞ്ച് വെക്കുക. പിന്നെ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയർ വെക്കുന്ന സമയത്ത് നമ്മൾ വാൻചോക്ക് എങ്ങനെയാണോ വെക്കുക, ഇനി വാനിലേൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ മുകളിൽ വാനിലയും, അങ്ങനെ ഓരോന്നായിട്ട് വെക്കുക. പിന്നെ ഇതിപ്പം 2 kgയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2 kg ബാറ്ററാണ്. ഇനി 1 kg ബാറ്ററിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഒരു കേക്ക് മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ എന്നുണ്ടെങ്കിൽ 1 kg കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാനില സ്പഞ്ച് ഉണ്ടാക്കുക. അതിലേക്ക് നേരെ പകുതി എടുക്കാതെ ഒരു 1/4 ഭാഗത്തിൽ കുറച്ച് കൂടുതൽ ഒരു ലെയറിന് മാത്രമായിട്ടുള്ളത് വാനിലയുടെ ബാറ്റർ ടിന്നിലേക്ക് ഒഴിക്കുക. വാനിലയുടെ ബാറ്റർ നേരത്തെ ഒഴിച്ച പോലെ ഒരു നേരെ പകുതിയല്ല, ഒരു ലെയർ മാത്രം കിട്ടുന്ന രീതിയിൽ ഒഴിക്കുക. ബാക്കി വരുന്നതിൽ 1-1.5 ടേബിൾ സ്പൂണോ കൊക്കോ പൗഡർ ചേർത്തിട്ട് രണ്ടാമത്തെ ടിന്നിലേക്ക് അത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. കൊക്കോ പൗഡർ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ 1 kgക്കാണെങ്കിൽ ആ ഒരു ലെയർ, അല്ലാതെ ചോക്ലേറ്റ് കേക്കും പകുതി വാനില കേക്കും പകുതി അങ്ങനെയല്ല എടുക്കുന്നത്. കാരണം ഒറ്റ ലെയർ മാത്രമേ അതിൽ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പീസ് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ടിന്നിലുള്ളത് ഒറ്റ ലെയറും ഒരു ടിന്നിലുള്ളത് 2 ലെയറായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നോർമലി 1 kg കേക്കിൻ്റെ അളവാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1 kg കേക്ക് തന്നെ 2 കേക്കായിട്ട് മാറ്റിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ വാനില വെച്ചെടുത്ത് ചോക്ലേറ്റ് വെച്ചെടുത്ത് വാനില വെച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ ലെയേഴ്സും സെറ്റാക്കി കേട്ടോ. അപ്പോൾ 3 ലെയേഴ്സ് വരുന്ന സമയത്ത് ഒരു കേക്കിൽ 2 ചോക്ലേറ്റും 1 വാനിലയും ഉണ്ടാവും.
മറ്റേ കേക്കിൽ 2 വാനിലയും 1 ചോക്ലേറ്റും ഉണ്ടാവും. അപ്പോൾ വാഞ്ചോ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് നന്നായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു കേക്കിലേക്ക് ഞാൻ ലൈറ്റ് ഓഫ് വൈറ്റ് കളർ ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഓഫ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചേർക്കേണ്ടതെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ സ്കിൻ കളർ കൊടുക്കാം, ഇല്ലെങ്കിൽ ബ്രൗൺ കളർ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റായിട്ട് യെല്ലോ കളർ. ഈ 3 കളർ കൊടുത്തു കഴിഞ്ഞാലും ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിലോട്ടേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാൻ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റായിട്ട് കൊടുത്തു. അപ്പോൾ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേക്കിൻ്റെ പല ഭാഗത്തും ക്രീം കുറവാണ്, ചില ഭാഗത്ത് ക്രംസ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. അപ്പോൾ ക്രംസ് നമ്മൾ സെറ്റ് ആക്കിയതിന് ശേഷം, അതായത് സെക്കൻഡ് ഐസിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്ന കേക്കിനെ കട്ട് ചെയ്ത് ലെവലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ സെക്കൻഡ് ഐസിങ് കൊടുക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് അതായത് സെക്കൻഡ് ഐസിങ്ങിന് നമ്മൾ ഓഫ് വൈറ്റ് ആ ഒരു യെല്ലോ കളറിൻ്റെ ആ ഒരു കേക്ക് കൂടെ സെറ്റാക്കിയിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്യാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. പാലക് നീഫ് ഒരുപാട് അങ്ങ് ഇട്ട് പണിയെടുത്ത് കളഞ്ഞിട്ട് ഒരുപാട് ടൈം നമ്മൾ കേക്കിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് വല്ലാണ്ട് അങ്ങ് ക്രീം ലൂസായി പോകും. കേക്കിലോട്ടുള്ള ക്രീമിൻ്റെ അളവ് വല്ലാണ്ട് അങ്ങ് ലൂസായി പോകും. അതുകൊണ്ട് ഒരുപാട് സമയം കേക്കിൽ സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. എന്നാൽ നീറ്റാക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് അത്യാവശ്യം ചെയ്യും വേണം. പിന്നെ കുറേ പേര് പറയുന്നതാണ് ഒരു 5-6 തവണ നമ്മൾ സ്ക്രേപ്പ് ചെയ്താലും കറക്റ്റ് നീറ്റ് ആവുന്നില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആദ്യം നമുക്ക് ഒരു 6-7 തവണയൊക്കെ ചെയ്യേണ്ടി വരും. ചില ആൾക്കാർക്ക് അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ്ഡ് വൈസ് നമുക്കത് അളവ് കുറച്ച് എടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു 3-4 ചുറ്റിക്കുമ്പോൾ തന്നെ നല്ല ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു 4-5 കൂടിപ്പോയാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഷാർപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 3-4 ഉള്ളിൽ തന്നെയേ ഉള്ളൂ. ഏകദേശം ഞാൻ പറഞ്ഞതാണ്. പെട്ടെന്ന് നമ്മൾ ആ ഒരു ചെയ്യുന്ന മെത്തേഡ്, സ്ക്രേപ്പർ പിടിക്കുന്ന ലെവലും ആ ഒരു ചെയ്യുന്ന മെത്തേഡ്സും നമ്മുടെ ഈ ലെഫ്റ്റ് കൈ കൊണ്ട് ടേൺ ടേബിൾ കറക്കുന്നതിൻ്റെ സ്പീഡും അതും എല്ലാം ഇതിൽ ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 2-3 തവണ നമ്മളിത് ചുറ്റിച്ച് സ്ക്രേപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഷാർപ്പ് എഡ്ജ് കിട്ടും. അപ്പോൾ കുറേ ആൾക്കാരുടെ ഡൗട്ട്സ് ക്ലിയർ ആക്കി. ഇനി ബാക്കി കുറച്ച് ആൾക്കാരുടെ ഡൗട്ട്സാണ്, ഗ്രീനും യെല്ലോയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു കളർ കിട്ടുന്നത് എന്ന്. ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്തും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ് കളർ ചേർത്തിട്ടുള്ളതെന്ന്. ഞാൻ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡ് 1 ഡ്രോപ്പൊന്നും കറക്റ്റ് ഇല്ല കേട്ടോ, ഒരു 1/2 ഡ്രോപ്പിലും കുറവാണ്. കൂടുതലാവുന്ന സമയത്ത് ഞാൻ ഇതുപോലെ സൈഡിലോട്ടേക്ക് മാറ്റും. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വീണ്ടും എടുക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ മിക്സിങ് ചെയ്യുന്നത്. കുറേ സംശയങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ ഒരു കളർ മിക്സിങ് അടക്കം ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. അപ്പം നേരത്തെ നമ്മൾ യെല്ലോ കളറാണ് കൊടുത്തത്. ഇപ്പം അതേ രീതിയിൽ യെല്ലോയും ഗ്രീനും കൊടുത്തിട്ട് ഒരു ഓഫായിട്ട് ഉള്ള ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ്, കളറിൻ്റെ അളവിൻ്റെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് 1 ഡ്രോപ്പ് 2 ഡ്രോപ്പ് അങ്ങനെ കൂട്ടുന്നതനുസരിച്ച് ഈ ഗ്രീനിന് ഡിഫറെൻറ്റ് ഷെയ്ഡിലോട്ടാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എയർ ഇതുപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കുക. നമ്മളത് പൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വല്ലാണ്ട് എയർ കയറിയിട്ട് മുറിഞ്ഞ് വരുന്നു. കാരണം ഇങ്ങനെ ചെയ്യുന്നതിൽ മുറിഞ്ഞ് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലവേഴ്സ് വരക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ ക്രീം കയ്യിലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ എയർ കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് വരക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെയ്യുന്നതാണ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത്. പൈപ്പിംഗ് ബാഗിൽ ക്രീം കൊടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള അളവിൽ ഒരേ തിക്നെസ്സിൽ എല്ലായിടത്തും ക്രീം കിട്ടുള്ളൂ. അപ്പോൾ എത്ര ആൾക്കാരുടെ സംശയങ്ങൾ തീർന്നു എന്നെനിക്ക് എണ്ണം അറിയില്ല കേട്ടോ. കുറേ ആൾക്കാരോട് ചോദിച്ച പല സംശയങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇതിപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് കൊടുത്ത കേക്കാണ്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ആ ഒരു എഴുത്തും ഒക്കെ നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. കാരണം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഡിസൈന് സ്പീഡാക്കി കാണിക്കാതെ സ്ലോ ആക്കി കാണിച്ചിട്ട് ഡിസൈനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്ന്. അപ്പോൾ ആ ഒരു ഡിസൈനിങ് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. 2 കേക്കിൻ്റെയും ഡിസൈന് മാക്സിമം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓഫ് വൈറ്റ് കളറ്, യെല്ലോ കളറും പിന്നെ കുറച്ച് ബ്രൗൺ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള പേരും ഒന്ന് ജസ്റ്റ് ഓഫ് വൈറ്റ് മാത്രമാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റാമ്പ് ടൈപ്പ് ചെറിയ ആൽഫബറ്റ്സിൻ്റെ ആണ്. ഇത് ഞാനിപ്പം ഗോൾഡൻ ഡസ്റ്റിലേക്ക്
സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് മുക്കിയിട്ടാണ് ഞാനിതിപ്പോൾ എഴുതുന്നത്. ഇതല്ല നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പെന്ന് വെച്ചിട്ടാണ്, അതായത് എഡിബിൾ പെന്നുണ്ട് അത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ എഴുതാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കുറേ സംശയങ്ങൾ ഈ ഒരു എഴുതുന്നതിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഫോണ്ടൻറ്റിൽ പേര് എഴുതുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അതിൻ്റെ ഓർമ്മ. ഫോണ്ടൻറ്റിൽ എങ്ങനെ പേര് എഴുതാം, എന്തൊക്കെ വെച്ച് പേര് എഴുതാം, എങ്ങനെയൊക്കെ വെച്ച് പേര് എഴുതാം എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻറ്റ് കട്ട് ചെയ്യുന്ന സ്റ്റാമ്പ് ടൈപ്പ്, കട്ടിങ് ടൈപ്പ്, ഒരുപാട് ടൂൾസ് ഞാൻ യൂസ് ചെയ്തിട്ട് പേര് എഴുതുന്നത് പല വീഡിയോസിലായിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇതിന് ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ കളർ തന്നെ, ഗ്രീനും യെല്ലോയും കുറച്ചും കൂടെ ഡാർക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഈ ഒരു ഡിസൈനിങ് വെച്ചിട്ടാണ് നമ്മളിനി ബാക്കി കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അളവിൽ കുറയും കൂടുകയും ചെയ്യുന്ന സമയത്ത് കളർ വേരിയേഷൻസ് കാണിക്കാനാണ് ഇപ്പോൾ ഞാനിത് കാണിച്ചിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പ് അടയാളപ്പെടുത്തുന്നുണ്ട്. ബാക്കി നമുക്ക് ഡിസൈനിങ് ചെയ്യാനുള്ളതാണ്. ചില സമയത്ത് നമുക്ക് ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ കുറച്ചുകൂടെ വലിപ്പമുള്ള പാത്രം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഡിസൈനിനെ കുറിച്ച് ഞാനിപ്പം എക്സ്പ്ലനേഷൻസ് തരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡിസൈനാണ് മാക്സിമം വേണ്ടത് എന്ന് സ്റ്റാറ്റസ് ഇട്ട സമയത്തും വീഡിയോസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ച സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസൈന് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ആയിട്ട് ഇനി ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസൊക്കെ വീഡിയോസ് കാണിക്കണേന്ന്. കാരണം സ്റ്റാറ്റസിൽ മാത്രമാണ് പല കേക്കും ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോസ് എടുക്കാതെ പോകുന്നുണ്ട്. കുറേ കേക്ക് വീഡിയോസും ഫോട്ടോസും പോലും ചിലത് എടുക്കാതെ പോകുന്നുണ്ട്. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആകുമ്പോഴും പിന്നെ ചില സിമ്പിളായിട്ട് ഉള്ള ഡിസൈൻസും ഞാൻ അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ നിൽക്കലില്ല. പിന്നെ എന്താ പറയുക, ചില ഡിസൈൻസ് ഫോട്ടോ എടുക്കാൻ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. നല്ല കാര്യമായിട്ടൊക്കെ ആക്കിയിട്ട് വെക്കും, പക്ഷേ ഫോട്ടോ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. അപ്പോഴേക്ക് കസ്റ്റമർ വരുമ്പോൾ പെട്ടെന്ന് ചടപടേന്ന് പറഞ്ഞിട്ട് പാക്കിങ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറേ ഫോട്ടോസ് മിസ്സിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ന്യൂ ഡിസൈനുമായിട്ട് വീണ്ടും വരാവേ.